അതുകൊണ്ടാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യങ്ങൾ. ദിലീപ് എങ്ങനെയാണ് കുറ്റവിമുക്തനാക്കപ്പെട്ടത് അതുകൂടി അറിയാൻ വേണ്ടി ഈ വിധി പ്രസ്താവത്തിനായി കാത്തിരിക്കുന്നവരുണ്ട്. അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ളത് പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികളാണ്. അതിൽ പൾസർ സുനിയും മാർട്ടിനും മണികണ്ഠനും വിജീഷും സലീമും പ്രദീപും ഒക്കെയുണ്ട്. അവർക്കുള്ള ശിക്ഷ എന്ത് എന്നതിനപ്പുറത്ത് ദിലീപ് തന്നെയായിരുന്നോ ഇതിൽ ഗൂഢാലോചന നടത്തിയത്? ദിലീപിന്റെ കൊട്ടേഷൻ ആയിരുന്നോ? അവിടെയാണ് ദിലീപിനെ എന്തിന് കുറ്റവിമുക്തനാക്കി എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടി ഈ വിധി പ്രസ്താവത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വാദപ്രതിവാദങ്ങളിൽ കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം. അതല്ല എങ്കിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ടാകാം. അതുമല്ല എങ്കിൽ ഈ ഗൂഢാലോചനയ്ക്ക് വേണ്ടി അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ പര്യാപ്തമല്ല എന്നതുകൊണ്ടാവാം. ഒരു പക്ഷേ സാഹചര്യ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുന്നതാകാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അത് വിധി പ്രസ്താവം വരുമ്പോൾ നിർണായകമാകുമല്ലോ. ഈ ടോം സൂചിപ്പിക്കുന്ന പോലെ 6 പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷ അത് ഒരു പക്ഷേ പരമാവധി ശിക്ഷയാക്കാൻ അപ്പീൽ കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോകുമ്പോൾ ദിലീപിനെതിരെയും പ്രോസിക്യൂഷൻ നീങ്ങും എന്നത് വ്യക്തമാണല്ലോ. അത് ഈ വിധി പ്രസ്താവത്തിന്റെ ഉള്ളടക്കത്തെ കൂടി ആശ്രയിച്ചായിരിക്കില്ലേ ടോം? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, കാരണം ഈ കേസിൻ്റെ വിചാരണ കാലയളവിൽ മുതൽ കോടതിക്കെതിരെ ജഡ്ജിക്കെതിരെ പോലും വ്യക്തിപരമായ അധിക്ഷേപങ്ങളുണ്ടായി. നമുക്കറിയാം, ഒരു സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഈ കേസിൽ വിധിക്ക് ശേഷം നമ്മൾ കണ്ടത്. സാധാരണ കോടതി വിധിയെ വിമർശിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ അതിന് വ്യത്യസ്തമായി ഈ കോടതിയെ, ജഡ്ജിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഈ വിധിക്ക് ശേഷമുണ്ടായി. പല രീതിയിൽ, അതായത് ജുഡീഷ്യറിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ, സംശയത്തിൽ നിർത്തുന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത്. കോടതി ഇന്ന് ഈ കേസിൻ്റെ വാദത്തിന് തുടക്കത്തിൽ തന്നെ ഇന്ന് ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ജഡ്ജിയുടെ ഹണിയം വർഗീസ് എന്ന വ്യക്തിയുടെ ഭൂതകാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷേ കോടതിയുടെ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ചില വ്യക്തത വരുത്തണം. അതിൽ ഈ രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള താക്കീതാണ് മാധ്യമങ്ങൾക്ക് നൽകിയത്, പൊതുസമൂഹത്തിന് നൽകിയത്. കാരണം അത്ര അധികമായി, കാരണം ഇവിടെ നമ്മുടെ പൊതുസമൂഹം ചിന്തിക്കുന്ന രീതിയിൽ എല്ലാ കേസുകളിലും വിധി വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അങ്ങനെയാകാൻ കോടതി ഒരു കേസിൽ വിധി വരുമ്പോൾ അതിൻ്റെ മെറിറ്റ് പരിശോധിക്കും, അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കും, തെളിവുകൾ പരിശോധിക്കും. ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിലെ ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിനിടെ ഉന്നയിച്ച കാര്യമുണ്ട്. ഇത് പൊതുസമൂഹത്തിന് മാതൃകയാകാവുന്ന രീതിയിലുള്ള ഒരു വിധിയാകണമെന്ന് പറഞ്ഞപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. ഇത് സൊസൈറ്റിക്ക് വേണ്ടി അല്ല കോടതി വിധി പറയുന്നത്. സ്വാഭാവികമാണ്, കാരണം നമുക്കറിയാം പല കേസുകളിലും സമാനമായ രീതിയിലുള്ള മറ്റു പല കേസുകളിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ വിധി വരുമ്പോൾ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് ഏത് കേസിലും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം, അത് സമൂഹത്തിന് താക്കീതാകണം. വീണ്ടും ഇതുപോലുള്ള ശിക്ഷകൾ വിധിക്കുന്നത് നാളെ ആരും ഇതുപോലെ ഒരു കുറ്റകൃത്യം ആവർത്തിക്കരുത്, അതിനുള്ള താക്കീതാണ് ഇത്തരം കോടതിയുടെ നടപടികൾ. പക്ഷേ പൊതുസമൂഹം ചിന്തിക്കുന്ന പോലെ അല്ല ഒരു കേസിലും കോടതി വിധി പറയുന്നത്. കാരണം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു ആപ്തവാക്യം തന്നെ. അതായത് ഒരു നിരപരാധി പോലും വേട്ടയാടപ്പെടരുത്, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി സസൂക്ഷ്മം ഓരോ തെളിവുകളും എല്ലാം കൃത്യമായി പരിശോധിച്ച് മാത്രം വിധിയിലേക്ക് കടക്കുന്നത്. പ്രോസിക്യൂഷൻ, അതായത് ഇപ്പോൾ ഈ അന്വേഷണ ഘട്ടത്തിൽ പല സാഹചര്യ തെളിവുകളടക്കം പരിശോധിച്ചാണ്, സാഹചര്യ തെളിവുകളടക്കം കണ്ടെത്തിക്കൊണ്ടാണ് ദിലീപിന് പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പക്ഷെ അത് കോടതിയിലേക്ക് വന്നപ്പോൾ സാഹചര്യ തെളിവെന്ന് പറയുന്നത് ദിലീപ് ഒരു ചാനലിൻ്റെ ഷോയ്ക്കിടെ ദിലീപ് ഈ നടിയെ ഭീഷണിപ്പെടുത്തി അവളെ ഞാൻ തീർത്ത് കളയുമെന്ന് പറഞ്ഞത് കേട്ടവരുണ്ട്, കണ്ടവരുണ്ട്, അതിന് സാക്ഷികളായവരുണ്ട്. മാത്രമല്ല പൾസർ സുനിയും ദിലീപും ഒന്നിച്ച് ടെന്നീസ് ക്ലബ്ബിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ, അതായത് ബാലചന്ദ്രകുമാർ 2021 വെളിപ്പെടുത്തൽ നടത്തിയത് ഇങ്ങനെയായിരുന്നു. അതായത് ദിലീപിൻ്റെ വീട്ടിൽ പൾസർ സുനി എത്തി, അത് താൻ നേരിട്ട് കണ്ടതാണ് എന്ന് വർഷങ്ങൾക്ക് ശേഷം, അതായത് 4 വർഷത്തിന് ശേഷം വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിന്മേൽ വീണ്ടും തുടരന്വേഷണം ഉണ്ടാകുന്നു. അങ്ങനെ സാഹചര്യ തെളിവുകൾ അതോടൊപ്പം സാക്ഷിമൊഴികളുമായിരുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ട് ദിലീപിനെതിരായിട്ടുള്ള പ്രധാനമായിട്ടുള്ള തെളിവുകൾ. പക്ഷേ അവിടെയും പലരും കൂറുമാറി. അതായത് ഏകദേശം ഈ കേസിൽ 424 സാക്ഷികൾ ഉണ്ടായിരുന്നുവെങ്കിൽ 261 പേരെ ഈ കേസിൽ വിസ്തരിച്ചു. 20ലധികം സാക്ഷികൾ
കൂറുമാറി അവിടെ ദിലീപ് സ്വാധീനിച്ചവരാണെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ അത് മാറിയതുമായി ബന്ധപ്പെട്ടും അതും ഈ ജുഡീഷ്യറിയെ സംശയനിഴലിൽ നിർത്തിയ സാഹചര്യം പോലുമുണ്ട് അവിടെ. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇത് പരിശോധിക്കണം, ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതയ്ക്ക് മേൽക്കോടതി ഹൈക്കോടതി വരെ സമീപിക്കേണ്ട സാഹചര്യമുണ്ടായി. പക്ഷേ മാത്രമല്ല, എനിക്ക് ഈ ജഡ്ജിയിൽ വിശ്വാസമില്ല എന്ന് ഒരു അതിജീവിതയ്ക്ക് പറയേണ്ടി വന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഒരു ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, താൻ ഈ കേസിൻ്റെ വിചാരണ കാലയളവ് ആസ്വദിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ കോടതി ചൂണ്ടിക്കാണിച്ച കാര്യം ഓരോരുത്തരും അവരുടേതായ വാദങ്ങളാണ്, അവരുടേതായ വികാരപ്രകടനങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചതെന്ന്. ഒരു പക്ഷേ ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഇനിയും ഏതാനും നിമിഷത്തെ മാത്രം കാത്തിരിപ്പാണ്. ഇപ്പം വിധി അല്പസമയത്തിനകം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെയാണ് നമുക്ക് ഒരു സംശയകരമായിട്ടുള്ള കാര്യം. പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചതായിരുന്നു. എന്തുകൊണ്ട് ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ദിലീപിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയില്ല, കുറ്റവിമുക്തനാക്കിയത് എന്തുകൊണ്ടാണെന്ന്. സ്വാഭാവികമായി അല്പസമയത്തിനൊക്കെ തന്നെ വിധി പ്രസ്താവത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളൊക്കെ ഉണ്ടാകും. കാരണം വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ അല്ലേ? തീർച്ചയായും. കാരണം ഇതും സംബന്ധിച്ച വലിയ രീതിയിലുള്ളൊരു ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ എന്ന് പറയാവോ, ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പലരും തന്നെ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാന നടി കേസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ദിലീപ്, സ്വാഭാവികമായി ദിലീപിൻ്റെ പേര് ഉയർന്നു. അത് മാത്രം വരുന്ന ഒരു അവസ്ഥയെല്ലാമായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, ഈ കേസിലാകെ 10 പ്രതികൾ ഉണ്ടായിരുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. അതിൽ കോടതി ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടിരിക്കുന്ന ആദ്യ 6 പ്രതികളാണ്. ഇവർക്കെതിരെയാണ് ഈ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കണ്ടിരിക്കുന്നത്. എങ്കിലും ഇതിൽ നിന്ന് ഈ ദിലീപ് അടക്കമുള്ള പ്രതികളെ ഒഴിവാക്കിയത് സംബന്ധിയായ കാര്യങ്ങളിൽ അത് ഈ കോടതിയിൽ കുറ്റവാളികൾക്ക് ശിക്ഷ വിധിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് അതുകൂടി അറിയാനാണ് ഈ ആളുകൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. കാരണം എന്ത് കാരണങ്ങൾ കൊണ്ട് ഇവരെ ഒഴിവാക്കപ്പെട്ടു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ, കോടതിയിൽ എന്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, എന്ത് അങ്ങനെ അല്ലാതെ കോടതിക്ക് ബോധ്യപ്പെടാതെ പോയി എന്നത് തിരയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ അടക്കം ഇതിൽ വലിയ നീണ്ട പോയ ഒരു വിചാരണ കാലയളവാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രോസിക്യൂട്ടർമാർ പിന്മാറിയ സമയം ഉണ്ടായിട്ടുണ്ട്. ഇതിന് അതിജീവിത പോലും പലതവണ പരാതിയുമായിട്ട് എത്തുന്ന അവസ്ഥയിലേക്ക് വരാം. കാരണം അവരുടെ കൂടി ഒരു പോരാട്ടമായിരുന്നു ഈ നാളുകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇതിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണം, അതാവണം, മറ്റ് പബ്ലിക്കിനെ അനുവദിക്കരുത് എന്ന് പറയുന്നത് ഇതിൽ ഇരയല്ല, പ്രതിയാണ് എന്നത് കൂടി ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ അതിവിചിത്രമായ പല കാര്യങ്ങളും തന്നെ ഇതിലെല്ലാം തന്നെ ദിലീപിൻ്റെ ആവശ്യമായിരുന്നു ഇതിൽ ക്യാമറ അനുവദിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം വന്നത്. പിന്നീട് അതിജീവിത തന്നെ പറഞ്ഞ് എനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പുറം ലോകം അറിയട്ടെ എന്ന് പറഞ്ഞത് കൂടി അവരാണ്. അങ്ങനെ ഈ പലപ്പോഴും നമ്മൾ ഈ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ, വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോഴൂടെ സംഭവിക്കുന്നതായ പല കാര്യങ്ങളും തന്നെയുണ്ട്. അപ്പോൾ അതിലെല്ലാം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇപ്പോൾ അവസാനം ദിലീപ് അടക്കമുള്ള പ്രതികൾ ഈ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇവരെല്ലാം ഒഴിവാക്കപ്പെട്ടു, എന്ത് തെളിവുകളാണ് ഇതിൽ ഇല്ലാതെ പോയത്, കോർത്തിണക്കാൻ പറ്റാതെ പോയത് എന്ത് തെളിവുകളാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിഴവാണോ, അതോ അല്ല എങ്കിൽ ഇതിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണോ, അവർക്ക് അവതരിപ്പിക്കാൻ കഴിയാതെ പോയത്, കോടതിക്ക് എന്തുകൊണ്ട് ഇത് ബോധ്യപ്പെടാൻ പറ്റാതെ പോയി, അല്ലെങ്കിൽ അത്രമാത്രം ഒരു തെളിവുകൾ ശക്തമായിരുന്നില്ല എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത ഈ കോടതി വിധിയോടെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ഗൂഢാലോചന എന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ആരിത് ചെയ്തു, ആര് നടത്തി, ആർക്കു വേണ്ടി നടത്തി എന്നൊരു വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് കോടതി തന്നെയാണ് അതിൽ ഉത്തരം നൽകേണ്ടത്. കാരണം ഇതിൽ ഇവർ മാത്രം, ഈ പ്രതികൾ ചേർന്നുകൊണ്ട് നടത്തിയതാണോ, അങ്ങനെയാണോ ഇത് കാണേണ്ടത്. പക്ഷെ അപ്പോഴും തുടക്കത്തിൽ ഇവർ പറഞ്ഞ പല കാര്യങ്ങൾ, പ്രതികൾ വാഹനത്തിനകത്ത് വെച്ച് അതിജീവിതയോട് പറഞ്ഞ പല കാര്യങ്ങളും തന്നെയുണ്ട്. ഇതിൽ ചിലരുടെ കൊട്ടേഷനാണ്, മാഡത്തിൻ്റെ കൊട്ടേഷൻ, അങ്ങനെ പറഞ്ഞ പല പരാമർശങ്ങളുള്ളതായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു വിശദീകരണം വേണ്ടതില്ല. അതിനെല്ലാം ഏത് രീതിയിലാണ് കോടതിക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്, കോടതിക്ക് മനസ്സിലായിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായും കോടതി വിധി വരണം, വിധി പ്രസ്താവം പുറത്തേക്ക് വരണം. അത് നോക്കുമ്പോൾ, കാരണം ഒട്ടനവധി പേജുകളുള്ള ഒരു വിധി പ്രസ്താവം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രവുമല്ല, ഈ പ്രതികൾ ഇപ്പോൾ ഇന്ന് ആവശ്യപ്പെട്ടുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ ഇപ്പോൾ ഇവർ ഈ വിചാരണ കാലയളവ്, റിമാൻഡ് കാലയളവെല്ലാം തന്നെയും ഇതിൽ ശിക്ഷയുടെ പരിധിയിലേക്ക് വരികയും ചെയ്തു. അതനുസരിച്ച് ഇപ്പോൾ പൾസർ സുനി തന്നെ 7 വർഷവും 6 മാസവും
129 ദിവസവുമാണ് ജയിലിൽ കഴിഞ്ഞിരുന്നത്. രണ്ടാം പ്രതിയായ മാർട്ടിൻ ആൻ്റണി 5 വർഷവും 21 ദിവസവും ഉണ്ടായിരുന്നു. മണികണ്ഠൻ ഉണ്ടായിരുന്നത് 4 വർഷം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിജേഷും 5 വർഷം വിജേഷ് ഉണ്ടായിരുന്നു. 1 വർഷം ഉണ്ടായിരുന്ന വടിവാൾ സലീം എന്ന് പറഞ്ഞാൽ എച്ച് സലീമായിരുന്നു. പ്രദീപ് 6ാം പ്രതിയായ പ്രദീപ് 3 വർഷമുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഒരു കാലയളവ് ഒഴിവ് ചെയ്തുകൊണ്ട് കൊടുത്ത് ബാക്കി കാലയളവ് ശിക്ഷ അനുഭവിച്ചാൽ മതി. അപ്പോൾ ഇതിൽ എന്താണ് കോടതി ഇനിയിപ്പോൾ കണ്ടെത്തുന്നത്? അവർക്കുള്ള ശിക്ഷ എന്തായിരിക്കും? പ്രത്യേകിച്ച് ഈ പൾസർ സുനി എന്ന 1ാം പ്രതി മാത്രമാണ് ഈ ബലാത്സംഗം ചെയ്തിരിക്കുന്നത് എന്നതടക്കമുള്ളൊരു നിഗമനത്തിലേക്ക് കോടതി വരുന്നു എന്നതായിരുന്നു ആദ്യഘട്ട സൂചനകൾ ഈ പറഞ്ഞിരുന്നത്.